ശരി, എന്തായാലും ഞാൻ ഷൈജുവിലേക്ക് അല്പസമയത്തിനകം തന്നെ വരാം. ചാണ്ടിയുമ്മന്റെ വാർത്താ സമ്മേളനം തുടങ്ങുമ്പോഴത്തേക്ക് ഷൈജുവിലേക്ക് മടങ്ങിയെത്താം. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്ന് സ്ത്രീ മരിച്ചതിൽ സംസ്ഥാനത്ത് ഇന്നും വ്യാപക പ്രതിഷേധം. ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് വസതിയിലേക്ക് മാർച്ച് നടത്തി. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കണ്ണൂർ DMO ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ സംഘർഷമുണ്ടായി. മട്ടന്നൂരിൽ യൂത്ത് ലീഗ് പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. വയനാട് DMO ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ചു. യൂത്ത് ലീഗ് പ്രവർത്തകർ കോഴിക്കോട് നടക്കാവ് റോഡ് ഉപരോധിച്ചു. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. മന്ത്രി വീണ ജോർജിന്റെ കൊടുമണ്ണിലെ വീട്ടിലേക്ക് BJP പ്രവർത്തകർ മാർച്ച് നടത്തി. കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും BJP പ്രവർത്തകർ മാർച്ച് നടത്തി. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധവും സംഘടിപ്പിച്ചു. തിരുവനന്തപുരത്ത് നിന്ന് ഷിജോ, കൊല്ലത്ത് നിന്ന് ലിജോ, കണ്ണൂരിൽ നിന്ന് സുനിൽ, പാലക്കാട് നിന്ന് നന്ദഗോപാൽ എന്നിവരാണ് വിവരങ്ങൾ നൽകാനുള്ളത്. ആദ്യം ഷിജോ കുര്യനിലേക്ക് പോവുകയാണ്. തിരുവനന്തപുരത്തു നിന്നും ഷിജോ, ഇന്നും സംസ്ഥാന വ്യാപകമായി മന്ത്രിക്ക് നേരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു. പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് ജലപീരങ്കി, ലാത്തിചാർജ് ഒക്കെ നടത്തുന്ന സാഹചര്യമാണ് ഉണ്ടായത്. സംഘർഷഭരിതമായിരുന്നു തലസ്ഥാനവും. തലസ്ഥാനത്തെ സംഘർഷത്തിൽ ഏതൊക്കെ സംഘടനകളാണ് പങ്കെടുത്തത്? സംഘർഷം അവസാനിച്ചിട്ടുണ്ടോ? മറ്റു വിവരങ്ങൾ? കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉപയോഗശൂന്യമായിരുന്ന കെട്ടിടം തകർന്നു വീണ തലവൽ സ്വദേശിയായിരുന്ന ബിന്ദു മരണപ്പെട്ടതിന് പിന്നാലെ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന വ്യാപകമായിട്ട് വലിയ പ്രതിഷേധമാണ് കഴിഞ്ഞ 3 ദിവസമായിട്ട് നമ്മൾ കാണുന്നത്. അതിന്റെ തുടർച്ച എന്നോണം ഇന്നിപ്പോൾ തിരുവനന്തപുരം തൈക്കാടുള്ള ആരോഗ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ തൈക്കാട് ഹൗസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു. 12-ഓടുകൂടി നൂറുകണക്കിന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സംഘടിച്ചെത്തി മന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് വേണ്ടി പ്രതിഷേധിച്ചു. പ്രവർത്തകരെ പോലീസ് ബാരിക്കേഡ് കെട്ടി തടഞ്ഞെങ്കിലും 16 തവണയാണ് പോലീസ് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി ഉപയോഗിച്ചത്. പല പ്രവർത്തകരും ബാരിക്കേഡിന് മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്ന കാഴ്ചകളടക്കം നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. അതോടൊപ്പം തന്നെ വനിതാ പ്രവർത്തകർ അടക്കമുള്ളവർ സമീപത്തെ പോലീസ് ഗ്രൗണ്ടിൽ നിന്ന് മതിൽ ചാടി അപ്പുറത്തേക്ക് കടന്ന് മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് പോകാനുള്ള ശ്രമം നടത്തി. വനിതാ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയാണ് പിന്നീട് കണ്ടത്. മന്ത്രി വീണ ജോർജ് ഈ സംഭവത്തിന് പിന്നാലെ രാജിവെക്കാതെ ഒരു തരത്തിലും പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്നുള്ള ഉറച്ച നിലപാട് പ്രഖ്യാപനമായിട്ടാണ് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടി സംഘടനകൾ ഇപ്പോൾ പ്രതിഷേധവുമായിട്ട് തെരുവിലിറങ്ങിയിട്ടുള്ളത്. സംസ്ഥാന വ്യാപകമായി വലിയ മുറവിളിയാണ് മന്ത്രി വീണ ജോർജിന്റെ രാജിക്ക് വേണ്ടി നടക്കുന്നത്. ഇന്നലെ നമ്മൾ കണ്ടതാണ് ഒരു സമര പരമ്പരകളുടെ വേലിയേറ്റം തന്നെ. ഇന്നലെ മന്ത്രി വീണ ജോർജിന്റെ ഔദ്യോഗിക വസതിക്ക് മുമ്പിലും സെക്രട്ടേറിയറ്റ് മുമ്പിലും മന്ത്രിയുടെ ഓഫീസിന് മുമ്പിലും എല്ലാം നമ്മൾ കണ്ടിരുന്നു. അതിന്റെ തുടർച്ചയായിട്ടെന്നാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം കൂടി ഉണ്ടായത്. മന്ത്രിയെ വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ അനുവദിക്കാത്ത തരത്തിലുള്ള വലിയ പ്രതിഷേധം വരും ദിവസങ്ങളിലും സംസ്ഥാന വ്യാപകമായി ഉണ്ടാകും എന്നുള്ള മുന്നറിയിപ്പ് കൂടി യൂത്ത് കോൺഗ്രസ് നൽകുന്നുണ്ട്. പല പ്രവർത്തകരും പോലീസുമായിട്ട് ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിരുന്നു. പ്രവർത്തകർ പോലീസിന് നേരെ കല്ലും കമ്പും പൈപ്പും മറ്റു പല വസ്തുക്കളും എടുത്ത് എറിയുന്ന സാഹചര്യം അടക്കമുണ്ടായിരുന്നു. അപ്പോഴും വലിയ സംയമനത്തോടു കൂടി തന്നെയാണ് പോലീസ് ഈ പ്രവർത്തകരെ നേരിട്ടത്. പ്രവർത്തകരും പോലീസും മുഖാമുഖം നിന്ന് പോർ വിളിക്കുന്ന രംഗങ്ങളടക്കം നമുക്ക് തൈക്കാട് ഹൗസിന് മുമ്പിൽ കാണാൻ കഴിഞ്ഞിരുന്നു. പ്രവർത്തകർ വലിയ തരത്തിലുള്ള അക്രമം അഴിച്ചുവിട്ടിട്ടും വലിയ സംയമനത്തോടു കൂടി തന്നെയാണ് പോലീസ് പ്രവർത്തകരെ നേരിട്ടത്. 16 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. ഇതിനിടയിൽ 2 ജലപീരങ്കി വാഹനങ്ങളായിട്ടുള്ള വരുന്നുണ്ടായിരുന്നു. അതിൽ ഒരു വാഹനത്തിന്റെ വെള്ളം തീർന്നു പോകുന്ന സാഹചര്യം ഉണ്ടായി. തൊട്ടു പിന്നാലെ പ്രവർത്തകർക്ക് നേരെ 16 തവണ ഈ സമീപ ദിവസങ്ങൾ ഉണ്ടായിട്ടുള്ള പ്രതിഷേധത്തിൽ ഇത്രയും അധികം ജലപീരങ്കി പ്രയോഗം ഉണ്ടായിട്ടില്ല. ഇന്നാണ് 16 തവണ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. വനിതാ പ്രവർത്തകർ അടക്കമുള്ളവരുണ്ടായിരുന്നു. മന്ത്രി വീണ രാജിവെക്കുന്നതുവരെ പ്രതിഷേധം സംസ്ഥാന വ്യാപകമായി തുടരാൻ തന്നെയാണ് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ തീരുമാനം. ഷിജോ കുര്യൻ സൂചിപ്പിച്ചതുപോലെ 16 തവണയാണ് പ്രതിപക്ഷ സംഘടന നേതാക്കൾക്ക് നേരെയും പ്രവർത്തകർക്ക് നേരെയും ജലപീരങ്കി തിരുവനന്തപുരത്ത് പ്രയോഗിച്ചത്. കൊല്ലത്തേക്ക് പോവുകയാണ് ലിജോയുടെ വിവരങ്ങൾ നൽകാനായി. ലിജോ, കൊല്ലത്ത് ജലപീരങ്കി ഉണ്ടായിരുന്നു. കൊല്ലത്ത് എങ്ങനെയായിരുന്നു മാർച്ചുകൾ നടന്നത്? എവിടേക്കായിരുന്നു? മറ്റു വിവരങ്ങൾ? ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് കൊല്ലത്തും ശക്തമായ പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരുന്നത്. യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലേക്കായിരുന്നു മാർച്ച് നടത്തിയിരുന്നത്. പ്രവർത്തകർ കളക്ടറേറ്റിലേക്ക് എത്തുന്ന സമയത്ത് തന്നെ പോലീസ് ബാരിക്കേഡ് വെച്ച് 2 ഗേറ്റുകളും അടച്ചിട്ടുണ്ടായിരുന്നു. തുടർന്ന് ഗേറ്റ് ചാടിക്കടക്കാൻ ശ്രമിച്ചതോടുകൂടെയാണ് പോലീസ് ബലപ്രയോഗത്തിലേക്ക് കടന്നത്. അകത്തേക്ക് കടന്ന പ്രവർത്തകർക്ക് ബലം പ്രയോഗിച്ച് തന്നെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നുണ്ടായിരുന്നു. അറസ്റ്റ് ചെയ്ത പ്രവർത്തകരെ ആ വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകുമ്പോൾ അതിനെ തടഞ്ഞുകൊണ്ട് ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ വാഹനത്തിന്റെ മുന്നിൽ ഇരുന്ന് പ്രതിഷേധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് പോലീസ് വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ കയ്യേറ്റം ചെയ്തതെന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു അവർ പ്രതിഷേധം ഉയർത്തിയത്. തുടർന്നും ശക്തമായ സമരങ്ങളുമായി അതായത് മന്ത്രി രാജിവെക്കും വരെ സമരവുമായി മുന്നോട്ട് പോകുക എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. മറ്റൊരു
മറ്റൊരു പ്രധാന പ്രതിഷേധം നടന്നത് ശാസ്താംകോട്ടയിലായിരുന്നു. മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിലേക്ക് കോൺഗ്രസ് മാർച്ച് നടത്തി. ആ മാർച്ചും സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു. ആ സംഘർഷത്തിൽ ബ്ലോക്ക് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ ശക്തമാകുന്നതിന്റെ സാഹചര്യത്തിൽ കൊല്ലത്തെ കൂടുതൽ അതായത് പ്രധാന സ്ഥലങ്ങളിലെല്ലാം തന്നെ പോലീസിന്റെ ബന്ധവും ശക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മാത്രം യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെ നേതൃത്വത്തിൽ 3 സമരങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. തുടർ ദിവസങ്ങളിലും സമരങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ നേതാക്കൾ അറിയിക്കുന്നത്.